മലയാളി IT പ്രൊഫഷണലുകളെയും H1B വിസയിൽ ജോലി ചെയ്യുന്നവരെയും നേരിട്ട് ബാധിക്കുന്ന വൻ വിസ നിയമ ഭേദഗതികൾ അമേരിക്കൻ ഭരണകൂടവും ലേബർ ഡിപ്പാർട്ട്മെന്റും നടപ്പിലാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് അവർ ഇപ്പോൾ കടന്നുപോകുന്നത്. USCISഉം US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറും സംയുക്തമായി നടപ്പിലാക്കുന്ന പുതിയ H1B മോഡേണൈസേഷൻ നിയമങ്ങളും വേജ് ലെവൽ പരിഷ്കാരങ്ങളും തൊഴിൽ വിസ വ്യവസ്ഥകളെ ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. IT ജോലിക്കാരെ ബാധിക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഒന്നാമതായി H1B വിസ ലോട്ടറി സെലക്ഷനിൽ നടപ്പിലാക്കിയിരിക്കുന്ന വേജ് വെയ്റ്റഡ് ലോട്ടറി സിസ്റ്റം. രണ്ടാമതായി ലേബർ ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചിരിക്കുന്ന പ്രീവെയിലിംഗ് വേജ് നിരക്കുകളിലെ വൻ വർധനവ്. മൂന്നാമതായി പുതിയ ഫോം I-129 മാറ്റിസ്ഥാപിച്ചതും അതിലൂടെ കൊണ്ടുവന്ന പുതിയ ചോദ്യങ്ങളും. നാലാമതായി USCIS നടത്തുന്ന അപ്രതീക്ഷിത സ്റ്റേറ്റ് വിസിറ്റുകളും കമ്പനി പരിശോധനകളുമാണ്. ഈ ഓരോന്നും വിശദമായി തന്നെ നോക്കാം. ആദ്യമായി H1B ലോട്ടറി സെലക്ഷൻ രീതിയിലെ മാറ്റം നോക്കാം. മുൻപ് ഏവർക്കും സമമായിരുന്ന റാൻഡം ലോട്ടറി സമ്പ്രദായത്തിന് പകരം ജീവനക്കാരുടെ ശമ്പള നിലവാരം അഥവാ വേജ് ലെവൽ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ പുതിയ സെലക്ഷൻ രീതി പ്രവർത്തിക്കുന്നത്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്ന ശമ്പള സ്ലാബുകളിൽ ഉയർന്ന വേജ് ലെവലിൽ വരുന്ന അപേക്ഷകൾക്ക് ലോട്ടറി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിലൂടെ കുറഞ്ഞ ശമ്പള നിരക്കിൽ വിദേശ ജീവനക്കാരെ കൊണ്ടുവരുന്നത് തടയാനാണ് അമേരിക്കൻ ലേബർ ഡിപ്പാർട്ട്മെന്റ് ലക്ഷ്യമിടുന്നത്. ഇതോടൊപ്പം തന്നെ US ലേബർ ഡിപ്പാർട്ട്മെന്റ് പ്രീവെയിലിംഗ് വേജ് ഘടനയിൽ വരുത്തിയ ഭേദഗതികൾ ഏറെ ശ്രദ്ധേയമാണ്. പുതിയ റൂൾ അനുസരിച്ച് എൻട്രി ലെവൽ ഉദ്യോഗസ്ഥരുടെ അഥവാ ലെവൽ 1 വേജ് പരിധി 17% നിന്നും 34%ലേക്ക് വലിയ തോതിൽ ഉയർത്തിയിരിക്കുകയാണ്. അതായത് ഒരു സാധാരണ എൻട്രി ലെവൽ H1B ജീവനക്കാരന് നൽകേണ്ട മിനിമം സാലറിയിൽ ഏകദേശം 30% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ലെവൽ 2 വേജ് 34%ൽ നിന്നും 52%ലേക്കും, ലെവൽ 3 വേജ് 50%ൽ നിന്നും 70%ലേക്കും, ലെവൽ 4 വേജ് 67%ൽ നിന്നും 88%ലേക്കും ഉയർത്തപ്പെടുകയാണ്. ഈ വേജ് വർധനവ് നിങ്ങളുടെ ഗ്രീൻ കാർഡ് പ്രോസസ്സിംഗിനെയും സാരമായി ബാധിക്കും. H1B എക്സ്റ്റൻഷൻ അപേക്ഷകൾ, വിസ ട്രാൻസ്ഫറുകൾ, കമ്പനി മാറൽ, കൂടാതെ ഗ്രീൻ കാർഡിനുള്ള PERM ലേബർ സർട്ടിഫിക്കേഷൻ അപേക്ഷകൾ എന്നിവയെല്ലാം പുതിയ ഉയർന്ന ശമ്പള നിരക്ക് നിർബന്ധമാക്കപ്പെടും. കമ്പനികൾക്ക് വിദേശ ജീവനക്കാരെ സ്പോൺസർ ചെയ്യുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുമ്പോൾ ചെറിയ കമ്പനികളും കൺസൾട്ടൻസികളും ജോലി ചെയ്യുന്ന മലയാളികൾക്ക് അത് കനത്ത തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. അടുത്ത പ്രധാന കാര്യം പ്രാബല്യത്തിൽ വന്ന പുതിയ ഫോം I-129 അപേക്ഷാ രീതിയാണ്. USCISൽ സമർപ്പിക്കുന്ന അപേക്ഷ, ലേബർ കണ്ടീഷൻ ആപ്ലിക്കേഷൻ, കൂടാതെ രജിസ്ട്രേഷൻ സമയത്ത് നൽകുന്ന വിവരങ്ങൾ എന്നിവ കൃത്യമായി പരസ്പരം ഒത്തുപോകുന്നുണ്ടോ എന്ന് സിസ്റ്റം നേരിട്ട് പരിശോധിച്ച് കണ്ടെത്തുന്നു. ജോലിയുടെ യഥാർത്ഥ ഉത്തരവാദിത്തങ്ങൾക്ക് അനുയോജ്യമായ വേജ് ലെവലുമാണോ നിശ്ചയിച്ചിരിക്കുന്നത് എന്നത് വളരെ സൂക്ഷ്മമായി പരിശോധിക്കപ്പെടും. ലോട്ടറി കിട്ടാൻ വേണ്ടി മാത്രം കൃത്രിമമായി ഉയർന്ന വേജ് ലെവൽ കാണിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ കുറഞ്ഞ ശമ്പളം നൽകുകയും ചെയ്യുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടികളാണ് USCIS സ്വീകരിക്കുന്നത്. ഇതിന്റെ ഫലമായി USCIS ഫ്രോഡ് ഡിറ്റക്ഷൻ ഉദ്യോഗസ്ഥർ ക്ലയന്റ് സെന്ററുകളിലും കമ്പനി ഓഫീസുകളിലും നടത്തുന്ന അപ്രതീക്ഷിത സൈറ്റ് വിസിറ്റുകൾ വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. H1B ജീവനക്കാരൻ അപേക്ഷയിൽ കാണിച്ചിരിക്കുന്ന അതേ ലൊക്കേഷനിൽ തന്നെയാണോ ജോലി ചെയ്യുന്നത്, അവിടെ നൽകിയിരിക്കുന്ന അതേ ജോലിഭാരമാണോ നിർവഹിക്കുന്നത്, കൃത്യമായ വേജ് അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ടോ എന്നതെല്ലാം ഇവർ ജീവനക്കാരോടും HR-നോടും നേരിട്ട് ചോദിച്ചറിയും. അതുകൊണ്ട് അമേരിക്കയിൽ H1B വിസയിൽ ജോലി ചെയ്യുന്ന മലയാളികളും പുതിയ വിസയ്ക്കായി തയ്യാറെടുക്കുന്നവരും ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമതായി നിങ്ങളുടെ LCA രേഖകളും ജോബ് ഡിസ്ക്രിപ്ഷനും നിലവിലെ ശമ്പളവും തമ്മിൽ പൂർണ്ണമായി യോജിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായി അടുത്ത വർഷത്തിൽ H1B എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ വിസ ട്രാൻസ്ഫർ വരുന്നവരാണെങ്കിൽ കമ്പനിയുടെ HR-മായി വേജ് ലെവൽ വർധനവിനെ കുറിച്ച് മുൻകൂട്ടി സംസാരിക്കുക. മൂന്നാമതായി തേർഡ് പാർട്ടി ക്ലയന്റ് ലൊക്കേഷനുകളിൽ ജോലി ചെയ്യുന്നവർ തങ്ങളുടെ ഡെസിഗ്നേഷൻ, ഓഫീസ് അഡ്രസ്, വർക്ക് ഫ്രം ഹോം പെറ്റീഷനുകൾ എന്നിവ ലീഗൽ രേഖകളിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തു എന്ന് ഉറപ്പാക്കുക. നിയമപരമായ മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിലൂടെ മാത്രമേ അമേരിക്കയിലെ നിങ്ങളുടെ തൊഴിൽ സുരക്ഷയും ഗ്രീൻ കാർഡ് പ്രതീക്ഷകളും സംരക്ഷിക്കാൻ സാധിക്കൂ. പ്രവാസി ലോകത്തെ പുതിയ വിസ വാർത്തകളും സാമ്പത്തിക നിയമങ്ങളും തത്സമയം അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.